ഇതല്ല ബംഗ്ലാവ്, ഇത് പഴയ ടീ എസ്റ്റേറ്റാണ്. ഓ ബ്യൂട്ടിഫുൾ കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ. അത്യാവശ്യം കട്ട ഓഫ് റോഡാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയേ, റോഡില്ല. വാ, എല്ലാത്തിനെയും ഇറക്കി നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ മോനെ കാട് തന്നെ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പ്രേത ബംഗ്ലാവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ നമ്മളുടെ വിതുരയിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വിതുരയിൽ നിന്ന് ബോണക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിതുരയിലുള്ള ചെക്ക് പോസ്റ്റ് കടന്ന്, അതായത് വാഴ്വാന്തോളിലേക്കൊക്കെ പോകുന്ന ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ ബോണക്കാട് റൂട്ടിലേക്ക് കയറിയേക്കുവാണ് കേട്ടോ. ഇതൊരു അടിപൊളി റൈഡായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഫോറസ്റ്റിൽ കൂടെയുള്ളൊരു റൂട്ടാണ്, ഫോറസ്റ്റ് റോഡാണ്. ഈ റൂട്ട് നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്നത് അഗസ്ത്യാർകൂടം പോയ സമയത്താണ് കേട്ടോ. അങ്ങനെ സ്പെഷ്യൽ പെർമിഷൻ എടുത്താൽ മാത്രമേ ഈ റൂട്ടിൽ നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടിൽ പ്രൈവറ്റ് വെഹിക്കിൾസ് അലൗഡ് അല്ല. കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ ഇതൊന്നും അലൗഡ് അല്ല. നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളും ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് ഈ റൂട്ടിൽ വന്നേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ്. അത് നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും. അധികം ആളുകൾക്ക് വരാൻ ഈ റൂട്ട് ഒന്നാമത്തെ കാര്യം അധികം കയറ്റി വിടില്ല. പണ്ടൊക്കെ വിടുമായിരുന്നു, പക്ഷെ പിന്നീട് നിർത്തിയ ഒരു റൂട്ടാണ്. പിന്നെ നമ്മളും ഫസ്റ്റ് വന്നത് അഗസ്ത്യാർകൂടം വന്ന സമയത്താണ് നമ്മുടെ കാറിന് വന്നത്. റോഡിപ്പം കുറച്ച് പൊളിഞ്ഞ് കിടക്കുവാണ്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. പൊതുവേ അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ബോണക്കാടേക്ക് ബസ് ഉള്ളതുകൊണ്ടും ഇവിടെ എപ്പോഴും ഇങ്ങനെ പ്രൈവറ്റ് വണ്ടികളൊന്നും ഇല്ല. പിന്നെ ഈ റൂട്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണക്കാട് വിതുരയിൽ നിന്നുള്ള KSRTC ബസ് ഉണ്ട്. ട്രിവാൻഡ്രം സെൻട്രൽ അവിടെ നിന്നും KSRTC ഉണ്ട്. അത് ഏകദേശം 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വരും. 7 മണിയല്ല, 8 മണിയാകുമ്പോഴാണെന്ന് തോന്നുന്നു. ടൈമിങ് ഞാൻ ഇതിൽ ചേർത്തേക്കാം കേട്ടോ, വീഡിയോയിൽ ചേർത്തേക്കാം ബസ്സിൻ്റെ ടൈമിങ്. ആ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സൂപ്പറായിട്ട് ബസ്സിൽ നമുക്ക് KSRTC ബസ്സിൽ നമുക്ക് ഈ റൂട്ടിൻ്റെ ഭംഗി ആസ്വദിക്കാം കേട്ടോ. ഞാൻ അന്ന് വന്നപ്പോൾ തന്നെ സോളോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ പുള്ളിക്കാലത്ത് ഈ റൂട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഈ കാടിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് എൻ്റെ പുറകിൽ ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ ഒരു 3 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊക്കെ നോക്കിക്ക്, ആന മെതിച്ചിട്ട് പോയ റൂട്ടാണ് കേട്ടോ. ഈ റൂട്ട് തീർച്ചയായിട്ടും ആനയുള്ള വഴിയാണ്. വന്യജീവികളൊക്കെ ഉള്ള വഴിയാണ്. ഇത് കണ്ടോ, ഫുള്ള് പക്ക കാട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഈ വഴി. ഇന്ന് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇന്നലെ മഴയായിരുന്നു, അപ്പം അതിൻ്റേതായ എന്തെങ്കിലും അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല. വളരെ പ്ലസൻ്റാണ് കേട്ടോ. ഈ റൂട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ തന്നെ എന്ത് രസമുണ്ടല്ലേ. ഇനി നമുക്ക് കുറച്ച് കോടയൊക്കെ കിട്ടുവാണെങ്കിൽ അതിനേക്കാളും അടിപൊളിയായിരിക്കും. നമ്മൾ ലാസ്റ്റ് ടൈം അഗസ്ത്യാർകൂടം വന്നപ്പോഴത്തേനും പൊതുകൈ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകണം. അവിടെ അന്ന് എനിക്ക് നല്ല നാച്ചുറലായിട്ടുള്ള തേൻ അന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ പറ്റുവാണെങ്കിൽ ഒരു കുപ്പി തേനും വാങ്ങിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ചിലപ്പോൾ അവിടുത്തെ ആളുകളോട് ചോദിക്കണം, നമുക്ക് ഈ 25 GB ബംഗ്ലാവ് അത് അവിടെ പോകാൻ പറ്റുമോ. അവിടെ പോകാൻ പറ്റുമെങ്കിൽ പോയി നോക്കണം. അതായത് കേരളത്തിലെ മോസ്റ്റ് ഹോണ്ടഡ് ബംഗ്ലാവ് എന്നാണ് അതിൻ്റെ പേരിട്ട, മോസ്റ്റ് ഹോണ്ടഡ്. പക്ഷേ എനിക്കതിലൊന്നും വിശ്വാസമില്ല, പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ പറയപ്പെടുന്നത് കേരളാസ് മോസ്റ്റ് ഹോണ്ടഡ് ബംഗ്ലാവ് എന്നാണ്. നമുക്ക് പോയി നോക്കാം.
നല്ലൊരു ക്ലൈമറ്റും എല്ലാം കൊണ്ടും അടിപൊളി. ഓ സൂപ്പർ. ഈ ബോണക്കാടൊക്കെ ട്രിവാൻഡ്രത്തെ ശരിക്കും ലെസ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആണ് ബോണക്കാട്. ഞാൻ നേരത്തെ പോയിട്ടുണ്ടല്ലോ അഗസ്ത്യാർകൂടം, അന്ന് കണ്ടാണ്. വഴിയിലൊക്കെ വഴിയിലൊക്കെ വടിയും മരക്കമ്പൊക്കെ വീണ് കിടക്കണം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇത് കണ്ടോ, വഴിയിലൊക്കെ മരക്കമ്പും അതും ഇതൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. ഓ കൊടുങ്കാടൊന്നും ആയിട്ടില്ല. കൊടുങ്കാടൊക്കെ അഗസ്ത്യാർകൂടമൊക്കെ കൊടുങ്കാടാ. ഇതങ്ങനെ ഇത് ആളുകളൊക്കെ പോകുന്ന ഒരു കാട്ടിക്കൂടെ ഉള്ളൊരു വഴി. ഇടതൂർന്ന വനം ആണോ? ഇടതൂർന്ന വനം പോലെ അഗസ്ത്യാർകൂടത്തിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇതിനേക്കാളും തിക്ക് ഫോറസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഓ അതാ ശരിക്കും പേടി വരുന്ന ഫോറസ്റ്റ് അഗസ്ത്യാർകൂടം ഉള്ളിലേക്കൊക്കെയാണ്. ഇതൊന്നും മറ്റേ അങ്ങനെ പേടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഫോറസ്റ്റ് ഈ ഭാഗം കേട്ടോ. കാരണം ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് ഒരു റോഡുകൾ തന്നെയുണ്ട്. അവിടെ എന്ന് വെച്ചാൽ മറ്റേ റോഡൊന്നുമില്ല, വണ്ടി പോവില്ല, മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, ട്രെയിൽസ് മാത്രമേ ഉള്ളൂ. അതും ഏത് സമയത്ത് ഏത് ജീവി വേണേലും വരാം. ആനയൊക്കെ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പുൽമേടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിടെ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ബോണക്കാടിൻ്റെ ടൂറിസം പോസിബിലിറ്റീസ് ഗവൺമെൻറ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. കാരണം ബോണക്കാട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് മേളിലേക്ക് ചെല്ലുമ്പോൾ. പിന്നെ അവിടെ ഒരു പൊളിഞ്ഞൊരു പഴയ ടീ ഫാക്ടറി ഉണ്ട്, അത് നമുക്ക് കാണാം. പിന്നെ ഈ 25 GB ബംഗ്ലാവ് ഉണ്ട്. പിന്നെ ബോണക്കാടത്തെ ആ ചായ കുടിക്കണതിൻ്റെ സൈഡിലുള്ള പൊതികൈ ഹോട്ടലിൻ്റെ സൈഡിലുള്ള ഒരു വാട്ടർഫോളുണ്ട്. ആ വാട്ടർഫോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ല രസമാണ്. അത് നല്ല പക്ക ഒരു കാസ്കേഡിങ് ഫോൾ എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പം മഴയൊക്കെ ഉള്ളപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളവും ഉണ്ടാവും. ഓ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അന്ന് ഞാൻ വന്നപ്പോഴത്തേനും ഭയങ്കര നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ അങ്ങനെ ബോണക്കാടിൻ്റെ ടൂറിസം പോസിബിലിറ്റീസ് ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കുറച്ചും കൂടെ പൊന്മുടിയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ ബോണക്കാടും ഒന്ന് ബൂസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ട്രിവാൻഡ്രത്തുള്ള മിക്ക ആൾക്കാരും ബോണക്കാടൊക്കെ വരാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ എന്താ ഇതുപോലെ പെർമിഷൻ കിട്ടാനുള്ള പാട് കൊണ്ടിട്ടാണ്, പെർമിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് കയറ്റി വിടാത്തതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഈ എല്ലാവർക്കും എൻട്രി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ എവിടെ പോയാലും നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. അതായത് പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എവിടെ ഇടരുത്. എന്താ പറയുക, നമ്മൾ പോകുന്ന സ്ഥലത്തെ ആളുകളെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ പ്രൈവസിയെ മാനിക്കുക, അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിക്കായിരിക്കണം നമ്മുടെ യാത്രകളെല്ലാം. അത് എവിടെ പോയാലും അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ കുറച്ച് എന്താ പറയുക, കുറച്ചെന്നല്ല, നമ്മൾ പോകുന്ന ആളുകൾ അത് അവരുടെ പ്ലേസാണ്. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നുള്ളൊരു ഇത് ഉണ്ടാവണം കേട്ടോ. അങ്ങനെയാണ്. കൊള്ളാം. ഇപ്പോൾ ഹൈറ്റ് കൂടുമ്പോഴത്തേനും കുറച്ച് നമ്മൾ ഇത്ര തന്നെ കയറുമായിരുന്നു കേട്ടോ. മരങ്ങൾ ഇച്ചിരി കുറഞ്ഞിട്ട് ഇവിടെ കുറേ പുല്ലൊക്കെ ആയി. ഈ ആനകൾ ഈ പുല്ല് കിട്ടാൻ വരുവേ. കൊള്ളാം, നൈസ്. ഓ വാട്ട് എ വ്യൂ മാൻ. വളരെ പീസ്ഫുള്ളാണ് കേട്ടോ. ശരിക്കും എൻ്റെ മനസ്സിന് ശരിക്കും ഭയങ്കര ഒരു കുളിർമ നൽകുന്നൊരു അനുഭൂതിയാണ് ഈ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ കൂടെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ. ഭയങ്കര റിലാക്സിങ് ആണ്. നമ്മളെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കിട്ടുന്ന കുറച്ച് മൊമെൻറ്റ്സ്. ഓ വാവ്, ഭയങ്കര രസമാണ്. അല്ല, ഓരോ ആളുകൾക്ക് ഓരോരോ രീതിക്കുള്ള റിലാക്സേഷനാണ് കേട്ടോ. സ്ട്രെസ് റിലീഫാണ്. അപ്പോൾ എനിക്കിങ്ങനെ ചിലവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബൈക്ക് യാത്രകൾ ചെയ്യുന്നത്.
എനിക്കിങ്ങനെ ബൈക്ക് യാത്രകൾ ചെയ്യുന്നതാണ് എൻ്റെ ഒരു സ്ട്രെസ് ബസ്റ്റർ. സ്ഥലങ്ങൾ പോവുക, ഇങ്ങനെ ബൈക്കിൽ കൂട്ടുകാരുടെ കൂടെ യാത്ര ചെയ്യുക, ഇതാണ് നമ്മുടെ ഒരു സ്ട്രെസ് റിലീഫ്. ഭൂരിഭാഗം ബോയ്സിനും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. പിന്നെ ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിനായിട്ട് സമയമില്ലാത്തൊരവസ്ഥയൊക്കെ വരും. കുടുംബം, കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരവസ്ഥയിൽ ശരിക്കും പിന്നെ നമുക്ക് നമ്മുടെ പ്രയോറിറ്റീസ് മാറുന്നതാണ്. എപ്പോഴും ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹം എപ്പോഴും ഉണ്ടാവും, ഇങ്ങനെ യാത്ര ചെയ്യണം, കൂട്ടുകാരുടെ കൂടെയൊക്കെ പോകണം എന്നൊക്കെ എപ്പോഴും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ തന്നെ ചില കൂട്ടുകാർ എനിക്ക് എൻ്റെ യാത്രകളുടെയും ഇതൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ പറയാറുണ്ട്, നീ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുവാണ്, ഞങ്ങൾക്കൊന്നും എങ്ങും പോകാൻ നേരമില്ല. നമ്മൾ നേരം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ എനിക്കും എപ്പോഴും സമയം ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ സമയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് ഒരു കുഞ്ഞ് വാട്ടർഫോൾസ്. ഈ വെള്ളമൊക്കെ വേണേൽ കുടിക്കുക കേട്ടോ, അത്രയ്ക്ക് പ്യുവറാണ്. അപ്പോൾ സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ ഹോബീസിന് വേണ്ടി നമ്മൾ സമയം എടുക്കണ്ടേ. അല്ല പിന്നെ ജോലി മാത്രം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശോകം അല്ലേ. എൻ്റെ മോനെ, വിശാലമായ വ്യൂ ആട്ടോ. അവിടെ ദേ വാഗ പൂത്തിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പോട്ട്. ഇവിടെ നിന്നാ നല്ല സൂപ്പർ വ്യൂ ഉള്ള, മൊത്തം കാണാം. വാ, കുറച്ചുകൂടെ തന്നെ മുന്നോട്ട് പോവാം. കൊള്ളാം, അടിപൊളി ഗൈസ്. അപ്പം നമ്മൾ ടീ എസ്റ്റേറ്റ് എത്തി കേട്ടോ. വാ അൻഷാദേ, അപ്പുറത്തേക്ക് പോവാം. വാ, ഇത് ബോണക്കാട് എസ്റ്റേറ്റ് ആണ് കേട്ടോ, അടിപൊളി. ഇത് ഞാൻ അന്ന് വീഡിയോ പറഞ്ഞത് പണ്ടത്തെ. ഇവിടെ നിറച്ച് ചാണകമാണ്. വാവ്, ഷൂട്ടിങ്ങിനെ കൊടുക്കാം കേട്ടോ, അത്ര സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ പൊതികൈ. ഇവിടെ ഒരു കിടിലം വാട്ടർഫോളും ഉണ്ട്, കണ്ട. വാവ്, റിയലി നൈസ്. വാവ്, അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ, സൂപ്പർ. മഴക്കാലമാണ്, ഇവിടെ വെള്ളം എപ്പോൾ വേണേലും കൂടാം, അപ്പോൾ സൂക്ഷിക്കുക കേട്ടോ. ഭയങ്കര ക്ലീൻ വെള്ളമാണ്, സൂപ്പർ. എങ്ങനെയുണ്ട് ഈ വെള്ളച്ചാട്ടം? ഇഷ്ടപ്പെട്ട വീഡിയോയാ? വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ട? അമേസിങ്, റിയലി അമേസിങ്. നമ്മളിവിടുന്ന് വാട്ടർഫോളൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ബൈക്കാണെങ്കിൽ 25 GB ബംഗ്ലാവ് വരെ പോകാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഈ 25 GB ബംഗ്ലാവ് ബ്രിട്ടീഷുകാർ പണിതാണ്. അവിടുത്തെ ഇവിടെ തേയില ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തെ ഈ ബോണക്കാട് ഭാഗത്തും തേയില ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയ ബംഗ്ലാവാണ് കേട്ടോ ഈ 25 GB ബംഗ്ലാവ്. പക്ഷെ പിന്നീട് അവിടുത്തെ ആ സാഹിബിൻ്റെ മകളായ ഒരു കൊച്ചായിരുന്നു. ആ കൊച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു പോവുകയും പിന്നെ ഇതൊക്കെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നീട് പല ആൾക്കാരും ഈ കുട്ടിയുടെ പ്രേതത്തിനെ അവിടെ കണ്ടിട്ടുണ്ടെന്ന് ഒക്കെ ഓരോരോ കഥകളൊക്കെ അടിച്ചിറക്കി. അല്ലാണ്ട് ഇവിടെ ഭൂതപ്രേതമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ മോസ്റ്റ് ഹോണ്ടഡ് ബംഗ്ലാവ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. അത് ഈ ബോണക്കാട് പ്രേതം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ഇതേ വാഗയൊക്കെ പൂത്ത് നിൽക്കുന്നത്. വെൽക്കം ടു കേരളാസ് മോസ്റ്റ് ഹോണ്ടഡ് ബംഗ്ലാവ്. ബ്യൂട്ടിഫുൾ കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ.
വാവ്, അടിപൊളി. ഇവിടെ നിന്ന് ഇനി അധികം വഴിയില്ല കേട്ടോ, മര്യാദക്കുള്ള ടാർട്ട റോഡൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഫ് റോഡ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓഫ് റോഡ് ഇടാൻ മാത്രം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഓഫ് റോഡൊന്നും ഇല്ല. ഇത് ട്രെയിൽ പോലെയാണ് കേട്ടോ. മണ്ണ് ഇതൊക്കെയാണ്, പുല്ലാണ്, കുറച്ച് ചെളിയും അതും ഇതൊക്കെയാണ്. ട്രിവാൻഡ്രത്തെ പേടിപ്പിക്കേണ്ട 2 സ്ഥലങ്ങൾ, ഒന്ന് സുമതി വിളവും പിന്നെ ഈ 25 GB ബംഗ്ലാവ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ചുമ്മാ കോമഡിയാണ്. ഇവിടെ പ്രേതം ഭൂതമൊന്നുമില്ല, അങ്ങനത്തെ ഇതൊന്നുമല്ല. ഓ, ഇത് പോകുന്ന വഴി നോക്കിക്കേ. ഓ നോക്കിയേ, കളരാസ് പൂ കൊള്ളാം കേട്ടോ, റിയലി നൈസ്. ട്രാക്ഷൻ കൺട്രോളും ABS ഓഫാണ് ഗൈസ്. അത് ഈ ഓഫ് റോഡ് മോഡിൽ ട്രാക്ഷൻ കൺട്രോളും ABS ഓഫാക്കണം. വഴിയൊന്നുമില്ല കേട്ടോ, കാട്ടിക്കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാടാണ്, പാറയാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് പാറക്കൂടെയാണ് ഗൈസ്. അത്യാവശ്യം കട്ട ഓഫ് റോഡാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയേ, റോഡില്ല. പോവാം, എല്ലാത്തിനെയും ഇറക്കി നടത്തിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ, മൊത്തം കുഴിയാണ്. അപ്പോൾ ഇത് കുറച്ച് ടഫാണ് കേട്ടോ, കുറച്ചല്ല കുറച്ചധികം. വേണ്ട വേണ്ട, ആ
പക്ഷെ എൻ്റെ മോനെ കാട് തന്നെ കേട്ടോ. ക്യാമറ ഓണാണ്. ഇതിൻ്റെയൊക്കെ മേളിൽ ആര് കൊണ്ട് ബംഗ്ലാവ് കൊണ്ട് വെച്ചല്ലേ. ടഫ് ടെറൈൻസ് ആണ് കേട്ടോ ഗൈസ്. നമ്മൾ കല്ലിൻ്റെ മേളിൽ കൂടെ പോകുന്നുണ്ട്, പുല്ലുണ്ട്, കാടാണ്. ഇതിപ്പോഴാണ് കേട്ടോ പിന്നെയും കൊള്ളാവുന്ന ഒരു വഴി എത്തിയത്. അതിന് മുമ്പ് വരെ പൊളിഞ്ഞ് നാശമായി കിടക്കുമായിരുന്നു. എനിവേ സംഭവം വേറെ ലെവൽ ഐറ്റം. അത് ഈ വിത്ത് പില്ലിയൺ ഓഫ് റോഡ് ഉണ്ടല്ലോ, വിത്ത് പില്ലിയൺ ഓഫ് റോഡ് നല്ല പാടാണ്. വഴിയൊന്നും ഇല്ല, കാടാണ് കേട്ടോ. സോ വെൽക്കം ടു ബോണക്കാട്. ഇത് കാട് തന്നെയാണ് ഗൈസ്, ബോണക്കാട്. രക്ഷയില്ല. ട്രെയിൽ റൈഡിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ടഫ് ട്രെയിൽസ്. രക്ഷയില്ല കേട്ടോ. അമ്മേ അമ്മേ അമ്മേ. ഇത് മൊത്തം ഭാഗ്യം നടന്നു കയറാനല്ലെങ്കിലേ പണിപാളി തന്നെ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പ്രേത ബംഗ്ലാവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ചുറ്റും പൂക്കളും അതും ഇതും ഒക്കെ ഉണ്ട് കേട്ടോ. 25 GB ബംഗ്ലാവ്. ഓ മാൻ. ഒരു ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 24 GB പ്രേത ബംഗ്ലാവ്. ഇവിടെ പ്രേതവും തേങ്ങയൊന്നും ഇല്ല. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ചുമ്മാ കിടക്കുക. കുറേ പശുവൊക്കെ കയറി ചാള ഇട്ട് പോയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ഇടിച്ചു പൊളിച്ച ബംഗ്ലാവ്. ഈ സൈഡ് കണ്ടോ, മൊത്തം ഈ ചോര പോലത്തെ കളറൊക്കെ ഒഴിച്ച് ആകെ അലമ്പാക്കി വെച്ചേക്കുക. എൻ്റെ ബാക്കിലിപ്പോൾ കാണണം കേട്ടോ ബോണക്കാട് 25 GB ബംഗ്ലാവും. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്, അതിപുരാതനമാണ്. ഇവിടെ തേയില കൃഷിയൊക്കെ തുടങ്ങിയ സമയത്ത് ഉള്ളതാണ് കേട്ടോ ഈ ബോണക്കാട് ബംഗ്ലാവ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് ഈ ബോണക്കാട് ബംഗ്ലാവിലേക്കായിരുന്നു. നമ്മൾ വിതുര ബോണക്കാട് റൂട്ട് കാണാനും പിന്നെ ഈ ബോണക്കാട് ബംഗ്ലാവ് ചുമ്മാ വന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ റൈഡ് പ്ലാൻ ചെയ്തത്. കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഹോണ്ടഡ് ബംഗ്ലാവ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇവിടെ ഒരു തേങ്ങയില്ല, അതൊക്കെ ആൾക്കാർ ചുമ്മാ പറയുന്നതാണ് കേട്ടോ. പ്രേതം ഭൂതം അങ്ങനത്തെ സാധനമൊന്നും ഇല്ല, അത് നമുക്കറിയാം. എന്നാലും ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ ഒരു ഇതുമില്ല കേട്ടോ. പക്ഷേ ഇത് ഒരു നൈസ് പ്ലേസ് ടു എക്സ്പ്ലോർ. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് വഴിയായിരുന്നു. അപ്പോൾ ആ വീഡിയോയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, അപ്പോൾ അതുകൂടെ കണ്ടു വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. നമ്മൾ ഓൾമോസ്റ്റ് തിരിച്ചെത്തി.
ഉ, ഉ.